കോഴിക്കോട് കായക്കൊടിയിൽ ഭൂമി കുലുങ്ങിയതുപോലെ അനുഭവപ്പെട്ടത് ഭൂചലനമല്ല എന്ന് ജിയോളജി വകുപ്പ് അധികൃതർ. പ്രദേശത്തുണ്ടായത് സോയിൽ പൈപ്പിംഗ് ആണെന്നാണ് സ്ഥിരീകരണം. കുറ്റ്യാടിക്കടുത്ത കായക്കൊടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനത്തിന്റെ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തിയത്. കായക്കൊടി പഞ്ചായത്തിലെ 4-5 വാർഡുകളിലായിരുന്നു ഈ പ്രതിഭാസം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി ഭൂമിക്ക് നേരിയ പ്രകമ്പനം അനുഭവപ്പെടുകയും അടിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ഭീതിയിലായിരുന്നു. ജില്ലാ ജിയോളജിസ്റ്റ് CS മഞ്ജുവിന്റെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. സോയിൽ പൈപ്പിംഗ് ആണ് നടന്നതെന്നും ഭൂകമ്പം അല്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ തുടർച്ചയായി ഇത്തരം പ്രതിഭാസം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് വിദഗ്ധ പഠനം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ തീവ്രത കുറഞ്ഞ സോയിൽ പൈപ്പിംഗ് ആണ് പ്രദേശത്ത് നടന്നതെന്നാണ് നിഗമനം. ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന ടണലുകളിലൂടെ ദൃഢത കുറഞ്ഞ കളിമണ്ണും ദ്രവിച്ച പാറക്കഷ്ണങ്ങളും ഒഴുകിയിറങ്ങുന്നതാണ് സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം. അതിന്റെ തീവ്രത കൂടിയാൽ മേൽമണ്ണ് ഇടിയും. തീവ്രത കൂടിയ സോയിൽ പൈപ്പിംഗ് ഉണ്ടായാൽ കൃഷിക്കും മനുഷ്യവാസത്തിനും യോജിക്കാത്ത രീതിയിൽ മണ്ണിന്റെ ആ ഭാഗം നശിക്കും. എന്നാൽ കായക്കൊടിയിൽ നിലവിലുണ്ടായിരിക്കുന്നത് തീവ്രത കുറഞ്ഞ സോയിൽ പൈപ്പിംഗ് ആണെന്നാണ് അധികൃതരുടെ നിഗമനം. വലിയ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു അനക്കം എന്തോ നടന്നിട്ടുണ്ട് ഭൂമിക്കുള്ളിൽ. അത് വിദഗ്ധർ വന്ന് പരിശോധിച്ചാലേ പറ്റുള്ളൂ. റിപ്പോർട്ട് കളക്ടർ വഴി ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നതിന് അടിയന്തരമായിട്ട് നടപടിയെടുക്കും. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നമുക്ക് പരിശോധിക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവർ വന്ന് സയന്റിസ്റ്റ്മാർ വന്ന് പരിശോധിച്ചിട്ട് എന്താന്ന് വെച്ചാൽ റിപ്പോർട്ട് ഇല്ല, വേറെ ഈ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.